ഡിയേഴ്സ്, ഹലോ, ഹായ്. അപ്പോൾ എല്ലാവരും വിചാരിച്ചിട്ടുണ്ടാവില്ലേ ഞാനൊരു വീക്ക് എവിടെ പോയി എന്നുള്ളത്. അതെ, ഞാനൊരു ഷോർട്ട് ബ്രേക്കിലായിരുന്നു കേട്ടോ, ഒരു ചെറിയൊരു പേഴ്സണൽ ബ്രേക്ക്. അതിനുശേഷം ഞാനിത് എന്നെ തന്നെ നോക്കുമ്പോൾ എനിക്ക് എന്തോ ഒരു പോലത്തെ ഒരു അവസ്ഥയായിരുന്നു. മുഖവും ഒന്നും ഒരു സെറ്റല്ലാത്ത പോലെ, തലയിൽ മൊത്തം ഡാൻഡ്രഫൊക്കെ ആയി. ഒരു 1 വീക്ക് എനിക്ക് ഒരു കെയറും ഉണ്ടായിരുന്നില്ല, പേഴ്സണൽ കെയർ ഒന്നുമില്ല. ഫേസ് ഞാൻ കെയർ ചെയ്യാറില്ല, ഹെയർ ഞാൻ കെയർ ചെയ്യാറില്ല, അങ്ങനെയൊക്കെ ഒരു അവസ്ഥയായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നത്തെ ഈവനിങ്, ഇന്ന് എനിക്ക് 4 മണിക്ക് ലോഗൗട്ട് ചെയ്യും, ഷിഫ്റ്റ് കഴിഞ്ഞു. അതിനുശേഷം ഒരു റീഫ്രഷ്മെൻറ്റ് ചെയ്തിട്ട് ഒരു വീഡിയോ എടുക്കാം, ഒരു ഈവനിങ് റൊട്ടീൻസും അതിൻ്റെ കൂടെ ചെറിയൊരു പേഴ്സണൽ കെയറും കൂടെ ആഡ് ചെയ്തിട്ട് ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അതിനുവേണ്ടി ഞാൻ ഫസ്റ്റ് തന്നെ നമ്മുടെ ഫേസ് വാഷ്, ഇതൊന്നും ഞാൻ ആർക്കും ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഫേസ് വാഷൊക്കെ ഞാൻ വീഡിയോയിൽ കൊണ്ടുവന്നതാണ്, പുതുതായിട്ടൊന്നും ഞാനിതിൽ ഉപയോഗിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഫസ്റ്റ് ഫേസ് വാഷ് ചെയ്ത് വന്നു. ഞാൻ എന്തിടുമ്പോഴും മുന്നേ ഫേസ് വാഷ് ചെയ്തിട്ടാണ് തുടങ്ങുക, കാരണം നമുക്ക് എന്തെങ്കിലും അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഫേസ് വാഷ് ഇട്ട് കഴിഞ്ഞാൽ അത് ആ ചെയ്തതിൻ്റെ ഒരു എഫക്റ്റ് കിട്ടില്ല. അപ്പോൾ അങ്ങനെ ഫേസ് വാഷ് ഇട്ടപ്പോൾ തന്നെ എനിക്കൊരു നല്ലൊരു സെറ്റായി തോന്നി. പിന്നെ എനിക്കൊരു നല്ലൊരു മൂഡ് വന്നു കേട്ടോ ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഈവനിങ് അത്യാവശ്യം ഫ്രീ ആയിരുന്നു ഞാൻ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എൻ്റെ വീഡിയോ ഞാൻ മുന്നേ ചെയ്തതാണ് ഈ പ്ലമ്മിൻ്റെ മാസ്ക്. സെയിം മാസ്ക് എൻ്റെ കയ്യിൽ വേറെ ഹോം മെയ്ഡായിട്ട് മാസ്ക് ഉണ്ടാക്കേണ്ട ഒരു മൈൻഡ് സെറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഓൾറെഡി ഉള്ള ഒരു മാസ്ക് എടുത്തിട്ട് ഞാൻ അതും റോസ് വാട്ടറും കൂടി നന്നായിട്ട് അപ്ലൈ ചെയ്തു കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസമായി ഞാനൊന്നും ചെയ്യാത്തത് ഫേസിൽ. ഈവൺ എൻ്റെ സെറം പോലും ഞാൻ യൂസ് ചെയ്യാറില്ലായിരുന്നു. പേഴ്സണൽ കെയർ ഒന്നുമില്ല, അതിൻ്റേതായിട്ടുള്ള ഒരു ഡൾനെസ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതെങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം എന്നൊക്കെ വിചാരിച്ച് ഞാൻ ഇന്ന് തൊട്ട് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ അതുപോലെ തന്നെ വീഡിയോസും യൂട്യൂബൊന്നും, എൻ്റെ യൂട്യൂബൊക്കെ ഡെഡ് ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. എൻ്റെ സ്കിന്നും എൻ്റെ ഫേസും പോലെ തന്നെ ഡെഡ് ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ യൂട്യൂബൊക്കെ ഒന്ന് റീഫ്രഷ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഇങ്ങനെ അങ്ങ് തുടങ്ങാമെന്ന് വിചാരിച്ചു, വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ എനിക്കറിയില്ല നിങ്ങൾ ആരെങ്കിലും ഞാൻ ഇവിടെ പോയി എന്ന് ആലോചിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ബട്ട് എൻ്റെ കസിൻസും ഫ്രണ്ട്സൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, വീഡിയോസൊന്നും കാണുന്നില്ലല്ലോ എന്നൊക്കെ ഉള്ളത്. അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഈ ഒരു മാസ്ക് ഞാൻ നന്നായിട്ട് അപ്ലൈ ചെയ്തു. പിന്നെ അത്യാവശ്യം ഇത് ഒരുപാട് ടൈമൊന്നും ആയില്ല, ഞാൻ ഇന്ന് തന്നെ ചെയ്ത വീഡിയോ ആണിത്. ഒരു 4 മണി ആ ഒരു ടൈം ആയിട്ടേ ഉള്ളൂ, 4 മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ. ലോഗൗട്ട് ചെയ്തു കുറച്ച് സമയം കഴിഞ്ഞിട്ടേ ഉള്ളൂ. പിന്നെ എനിക്ക് കുറച്ച് ചെറിയ ചെറിയ പണികളുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഫസ്റ്റ് ഫേസ് മാസ്ക് അങ്ങ് അപ്ലൈ ചെയ്യാം, കാരണം ഇത് ഡ്രൈ ആയി വരാൻ കുറച്ച് ടൈം എടുക്കുമല്ലോ. അല്ലെങ്കിലും നമുക്കിങ്ങനെ ഒരു പേഴ്സണൽ കെയർ ആവശ്യമാണല്ലേ. അപ്പോൾ എനിക്കറിയില്ല നിങ്ങളെല്ലാവരും പേഴ്സണൽ കെയറിന് ടൈം കണ്ടെത്തുന്നവരാണോ എന്ന് എനിക്കറിയില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരിക്കലും കണ്ടെത്താറില്ല എന്ന് ഞാൻ പറയാറില്ല. എന്ന് വെച്ചിട്ട് ഡെയിലി എനിക്കൊരു ഷെഡ്യൂൾഡ് ആയിട്ടുള്ള ഒരു പേഴ്സണൽ കെയർ എനിക്കില്ല. എനിക്ക് തോന്നുമ്പോൾ ഐ തിങ്ക് വീക്ക്ലി വൺസ് ഓർ ട്വൈസ് ഞാൻ അങ്ങനെ ഒരു ടൈം കണ്ടെത്താറുണ്ട്. അപ്പോൾ അതിന് ശേഷം ഞാൻ മാസ്ക് ഇട്ടപ്പോൾ എനിക്ക് കുറച്ച് പണികളുണ്ടായിരുന്നു, കുറച്ച് തുണികൾ മടക്കി വെക്കാനുണ്ടായിരുന്നു, പിന്നെ കുറച്ച് അടിച്ചു വാരാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ എൻ്റെ ആയുധം എടുത്തിറങ്ങി, ചൂലും കോലും എടുത്ത് ഞാൻ ഇറങ്ങി ഗൈസ്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, അടിച്ചു വാരാമെന്ന് വിചാരിച്ചു. പിന്നെ എനിക്കൊരു നല്ല മൂടങ്ങ് വന്നു കേട്ടോ. അപ്പോൾ ഞാൻ തന്നെ ക്യാമറയൊക്കെ സെറ്റ് ചെയ്ത്, ആരും ഉണ്ടായിരുന്നില്ല, അപ്പോൾ ഞാൻ തന്നെ സെറ്റ് ചെയ്ത് ഇങ്ങനെ അടിച്ചൊക്കെ വാരുകയാണ്. പിന്നെ എൻ്റെ ഒരു സ്വഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്യാമറയിൽ നോക്കരുതെന്ന് വിചാരിച്ചാലും ചിലപ്പോൾ എന്നോട് ഇടങ്ങണിട്ട് നോക്കിപ്പോവും. അങ്ങനെ ഒരു നോട്ടം ഈ വീഡിയോയുടെ സ്റ്റാർട്ടിങ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ അടിച്ചു വാരി തുടക്കം കൂടെ വേണമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ അതൊന്നും ഞാൻ ചെയ്തില്ല. പിന്നെ എനിക്ക് കുളിക്കാനുള്ള ടൈമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അടിച്ചൊക്കെ വാരി വൃത്തിയാക്കി. അപ്പോഴേക്കും എൻ്റെ ഫേസിലുള്ളത് ഏകദേശം ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫേസൊക്കെ ഡ്രൈ, നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് അറിയില്ല. ഇതിപ്പോൾ അത്യാവശ്യം എനിക്ക് അകത്തേക്ക് വെയിലടിക്കുന്നതുകൊണ്ട് ഞാൻ ഡോറൊക്കെ ഇങ്ങനെ ക്ലോസ് ചെയ്ത് വെച്ചിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതിന് ശേഷം ഞാൻ എന്താണെന്ന് വെച്ചാൽ, ഞാൻ അങ്ങനെയൊന്നും ചെയ്യാത്തൊരു കാര്യമാണ് ഈ ഓയിൽ മസാജ്. ഞാൻ ഓയിൽ തലയിൽ കുറവാണ് ഇടാറുള്ളത്, സത്യം പറയാലോ. വല്ലപ്പോഴും ഇടാറുള്ളൂ, ഡെയിലി ഒന്നും ഞാൻ ഇടാറില്ല. അപ്പോൾ ഇന്ന് ഞാൻ കുറേ ഓയിൽ അങ്ങ് കമഴ്ത്തി, കാരണം എൻ്റെ മുടിയൊക്കെ ഒരു മാതിരി ഉണ്ടായിരുന്നു. ജസ്റ്റ് പോകുന്നു കുളിക്കുന്നു വരുന്നു, ആ ഒരു അവസ്ഥയായതുകൊണ്ട് വല്ലാത്തൊരു ഇതുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊന്ന് ഓയിലൊക്കെ ഇട്ട് സെറ്റാക്കി. പിന്നെ എനിക്ക് ഇന്ന് സമയം ഉണ്ടായിരുന്നു, നാളെ എനിക്ക് സമയം കിട്ടാമെന്ന് വരില്ല, കാരണം നാളെ എനിക്ക് ഇത്ര നേരത്തെ ഷിഫ്റ്റ് ലോഗൗട്ട് ആവില്ല. അപ്പോൾ പിന്നെ ഇന്ന് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ച് കൂടുതൽ എണ്ണ ഇട്ടു, അങ്ങനെ കുറേ സമയം ഞാൻ എണ്ണ തേച്ച് പിടിപ്പിച്ചിട്ടു. പിന്നെ ഞാൻ അങ്ങനെ കുളിക്കുന്നതിൻ്റെ ഒരുപാട് ടൈം മുന്നേ ഒന്നും ഞാൻ ഓയിലിട്ട് വെക്കില്ല, കാരണം എനിക്ക് മൈഗ്രെയിൻ ഉള്ളതുകൊണ്ട് അങ്ങനെ ഒരുപാട് ടൈം ഓയിൽ എൻ്റെ തലയിൽ നിൽക്കാൻ എനിക്ക് പറ്റത്തില്ല. ഞാനൊരു 5 മിനിറ്റ്, മാക്സിമം 5 മിനിറ്റ് ഓർ 10 മിനിറ്റ്സ്, അതിലപ്പുറം ഞാൻ കൊണ്ടുപോകില്ല. അപ്പോൾ പിന്നെയും പിടിച്ചപ്പോൾ എനിക്ക് പിന്നെയും തോന്നി ഓയിൽ പോരാ, കുറച്ചും കൂടി എന്തായാലും ഇടുന്നതല്ലേ, ഇനിയിപ്പോൾ ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ടേ ഉണ്ടാവുള്ളൂ. അപ്പോൾ മാക്സിമം അങ്ങ് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ ചെയ്തു. എൻ്റെ മുടിയൊക്കെ വാലായി പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ ഞാൻ ചെറിയൊരു ഹെയർ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതങ്ങനെ സലൂണിലൊന്നും പോയി കട്ട് ചെയ്തതല്ല, സിസ്റ്ററാണ് ചെയ്തതാണ്. സിമ്പിളായിട്ട് ഞാനൊന്ന് ചെയ്തൊന്ന് അറ്റം ഒന്ന് വെട്ടി കൊടുത്തതാണ് ഞാൻ കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ഓയിലൊക്കെ ഇട്ട് ഇനി എന്തായാലും കുളിച്ചിട്ട് വരാം. നിങ്ങൾ എൻ്റെ ഓയിലിട്ടിട്ട് നോക്കണ്ട കേട്ടോ. ഞാനില്ലേ
ഇത്തിരി ഇത്തിരി എടുക്കുള്ളൂ. അത് പിന്നെയും പിന്നെ ഒരു 5-6 പ്രാവശ്യം എടുത്തപ്പോഴാണ് എനിക്ക് സമാധാനമായത്. അതിന് മാത്രം തലയിൽ എണ്ണ കോരി ഒഴിച്ചിട്ടൊന്നും ഇല്ല ശരിക്കും ഞാൻ. പക്ഷെ കാണുമ്പോൾ നിങ്ങൾക്ക് വിചാരിക്കും ഒരുപാട് ഇട്ട പോലെ ഒരു ഫീൽ വരും കുറേ പ്രാവശ്യം എടുത്തതുകൊണ്ട്. എൻ്റെ കയ്യിൽ ഓയിൽ വരില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ നോർമൽ കോക്കനട്ട് ഓയിൽ തന്നെ യൂസ് ചെയ്യാറ്. മുന്നേ ഞാൻ യൂസ് ചെയ്യാറുണ്ടായിരുന്നു കാച്ചിയ എണ്ണയൊക്കെ. ഇനി ഇപ്പം അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ നോർമൽ യൂസ് ചെയ്യും. ഞാൻ അതിലിടയ്ക്ക് തലക്കിട്ടിട്ട് എൻ്റെ കൊട്ടൊക്കെ കൊടുത്ത് മസാജ് ചെയ്യാനൊക്കെ നോക്കി. പിന്നെ എനിക്ക് തോന്നി ഇതൊന്നും എന്നെക്കൊണ്ട് നടക്കുന്ന പരിപാടിയല്ലെന്ന്. അപ്പം ഞാൻ മുടി അങ്ങ് കയറ്റി വെച്ചിട്ട് ഇനി ഞാൻ എന്ത് ചെയ്തു, പോയിട്ട് കുളിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു. ഈ ഈ സ്റ്റേജ് എത്തിയപ്പോൾ തന്നെ എനിക്കൊരു റിഫ്രഷ്മെൻറ്റ് കിട്ടി കേട്ടോ. അത് നമുക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുക, സിമ്പിളായിട്ട് ചെയ്യുക എന്നുള്ളൊരു ഫീൽ വന്നപ്പോഴേ അപ്പം ഞാൻ വേഗം എന്ത് ചെയ്യാം, കുളിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു. ഞാൻ കുളിക്കാൻ പോയി കേട്ടോ. അങ്ങനെ കുളിച്ചിട്ട് വന്നു. കുളിച്ചിട്ട് വന്നപ്പോൾ എൻ്റെ മുടി ഇത് നേരെ ന്യൂഡിൽസ് മുടിയായത് നിങ്ങൾക്ക് കാണാൻ പറ്റും. സ്മൂത്തനിങ് ചെയ്തതിന് ശേഷം ഞാൻ ഫേസ് ചെയ്തൊരു പ്രശ്നമാണ്, പകുതി ഗ്രോത്ത് വന്നപ്പോൾ പകുതി ഒരു കേളിയും പകുതി ഒരുമാതിരി മറ്റേ സേമിയുടെ ആ ഒരു കോല് പോലത്തെ ഒരു അവസ്ഥയായിരുന്നു. അതിന് ശേഷം ഞാൻ കുറച്ച് മോയ്സ്ചറൈസർ ഇട്ടു. നോർമലി ഞാൻ കുളി കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്നൊന്നും ഇടുന്നത് ഇഷ്ടമല്ല, മുഖത്തൊരു ഒട്ടി പിടിക്കുന്ന പോലെ തോന്നും. പക്ഷേ ഇപ്പോൾ ക്ലൈമറ്റ് അങ്ങനെ ആയതുകൊണ്ട് ഡ്രൈ ആവുന്നതുകൊണ്ട് ഞാൻ കുറച്ച് മോയ്സ്ചറൈസർ ഇട്ടു കേട്ടോ. അതിന് ശേഷം മുടി എന്ത് ചെയ്യണമെന്ന് വിചാരിച്ച് ഇങ്ങനെ നിൽക്കും. ഞാൻ വിചാരിച്ചു അത് അവിടെ തന്നെ കിടക്കട്ടെ, അവിടെ നിന്ന് ഉണങ്ങട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു സത്യാവസ്ഥ, ഒരു ശരിക്കുള്ളൊരു റിയാലിറ്റി എന്താണെന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് ഞാനത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. കണ്ടോ, അറ്റത്ത് വാലും പിന്നെ കുറേ കേളിയൊക്കെയാണ് അവസ്ഥ. അപ്പം ഞാൻ അതിന് ശേഷം പിന്നെ എൻ്റെ മനസ്സിൽ തോന്നി എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു, അപ്പോൾ പോയി ചായ കുടിക്കാമെന്നുള്ളത്. നോർമലി ഞാൻ ചായ അങ്ങനെ എപ്പോഴും കുടിക്കാറില്ല, വല്ലപ്പോഴും ആഗ്രഹം തോന്നുമ്പോൾ കുടിക്കും. അപ്പോൾ ഇത് എനിക്ക് ഏലക്കായ ഇട്ട ചായ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഏലക്കായ ഇട്ട ചായയാണ് മേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒട്ടുമിക്ക ആൾക്കാർക്കും ഇഷ്ടമായിരിക്കും അല്ലേ ഫ്ലേവറുള്ള ചായകൾ നോർമൽ ചായനേക്കാളും. അപ്പോൾ ഞാൻ എല്ലാം കുറച്ച് കുറച്ചാണ് എടുക്കാറ്, കുറച്ച് അങ്ങനെ ലാസ്റ്റ് അതൊരു നോർമൽ എമൗണ്ട് ആവും. പിന്നെ ഷുഗർ കട്ട് എന്ന് പറയുന്ന സംഭവം എനിക്കില്ല. എസ്പെഷ്യലി ചായയിൽ ഞാൻ ഷുഗർ കട്ട് ചെയ്യാറേ ഇല്ല. മധുരമുള്ളത് അധികം കഴിക്കില്ല, പക്ഷേ ചായയിൽ എനിക്ക് ചെയ്യാൻ പറ്റില്ല. അതിനുശേഷം നമ്മുടെ സ്വന്തം മിൽമ, നമ്മുടെ കേരളം കണി കണ്ടുകൊണ്ടിരുന്ന നന്മയായ മിൽമ അതെ, ആ മിൽമ എടുത്തിട്ട് ഞാൻ കുറച്ച് മിൽമ വെച്ച്. പിന്നെ എനിക്ക് നല്ല സ്ട്രോങ് ചായ ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് കുറച്ച് അസിഡിറ്റിയുടെ പ്രോബ്ലംസ് ഒക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ചായ കട്ടായിരുന്നു. പക്ഷേ ഇന്ന് എനിക്ക് ചായ കുടിക്കണമെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ചായ ഉണ്ടാക്കിയത്. അതുകൊണ്ട് ഞാൻ അധികം എന്താ പറയുക, കടുപ്പമുള്ള സ്ട്രോങ് ആയിട്ടുള്ള ചായ ഉണ്ടാക്കിയില്ല. ചിലപ്പോൾ ചിലർക്ക് ഇതൊരു പാലും വെള്ളം പോലെയൊക്കെ തോന്നിയേക്കാം, പക്ഷേ എനിക്ക് ഈ ചായ ഓക്കെ ആയിരുന്നു കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അതിന് ശേഷം എനിക്കും ചൂട് ചായ ഊതി ഊതി കുടിക്കാൻ ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ അതപ്പാടെ ഗ്ലാസ്സിലേക്ക് കമഴ്ത്തി. ഇങ്ങനെ അതിൻ്റെ സാധനങ്ങളൊന്നും എടുത്ത് കളയില്ല, കാരണം അത് അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഒന്ന് സെറ്റായി വരുമെന്ന് തോന്നിയതുകൊണ്ട്. പിന്നെ ഞാനില്ലേ ചായക്കടിക്ക് പരതാൻ തുടങ്ങി, തപ്പാൻ തുടങ്ങി. എനിക്ക് എന്തെങ്കിലും തിന്നാൻ വേണം. അപ്പം ഞാനിത് അവിടെ ഹൽവയും മുറുക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാനിതെല്ലാം കൂടി ഒരു പ്ലേറ്റിലിട്ട് ഇങ്ങോട്ടേക്ക് എടുത്തു, ടേബിളിലേക്ക് എടുത്തു. പിന്നെ അതിനെക്കൊണ്ട് ഞാനൊരു പൂക്കളൊക്കെ ഉണ്ടാക്കി ഞാനങ്ങ് കഴിക്കാൻ തുടങ്ങി കേട്ടോ. നോർമലി എനിക്ക് മധുരം വലിയ ഇഷ്ടമൊന്നുമല്ല, പക്ഷേ എനിക്ക് ഇന്നെന്തോ കഴിക്കാൻ തോന്നി, അങ്ങനെ ഞാൻ കഴിച്ചു. പിന്നെ ഇരുന്ന് ചായ കുടിച്ചു. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ചായ കുടിക്കുന്ന വീഡിയോ ഒക്കെ ഇപ്പോൾ ഇവിടെ ഇങ്ങനെ കാണിക്കുന്നതെന്നല്ലേ. വേറെ കാര്യമായിട്ടൊന്നും കാണിക്കാനില്ലായിരുന്നു, കാരണം എൻ്റെ ഒരു നോർമൽ ഈവനിങ് ആയിരുന്നു ഇത്. പക്ഷേ എപ്പോഴും ഞാനിങ്ങനെ ഭയങ്കര ക്ലീൻ ചെയ്യുക, ഫേസ് വാഷ് ഫേസ് സെറ്റാക്കുക, എന്നിട്ട് ക്ലീനിങ് ചെയ്യുക, എന്നിട്ട് കുളിക്കുക, എന്നിട്ട് ചായ കുടിക്കുക, എന്നിട്ട് പോയിരിക്കുക, അങ്ങനൊരു ടൈം ടേബിളൊന്നും എനിക്കില്ല കേട്ടോ. എനിക്ക് തോന്നിയ സമയത്ത് ഓരോന്ന് ചെയ്യും. ഇന്ന് പിന്നെ ഞാനെല്ലാം ഒന്ന് ഷെഡ്യൂൾ ചെയ്ത് കൊണ്ടുവന്നതാണ്. അപ്പം ഞാനിത് ചായയൊക്കെ ആസ്വദിച്ച് കുടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാനിങ്ങനെ ഇനി വീഡിയോസ് എനിക്ക് കണ്ടിട്ട് ഞാൻ വീഡിയോ എടുക്കാനൊന്നും ഇല്ല. ഞാൻ കഴിഞ്ഞു, എൻ്റെ ഈവനിങ് കഴിഞ്ഞു, ഏകദേശം ഇവിടെ സന്ധ്യ ആവാറായി. അപ്പോൾ അതേ ചായ ഞാനിങ്ങനെ നല്ല രീതിക്ക് ഫിനിഷാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ നേരെ മുകളിലോട്ട് വിട്ടു. അവിടെ നിന്ന് കുറച്ച് സമയം എനിക്കൊരു ആസ്വാദനം ഉണ്ട് കേട്ടോ. ഈ സന്ധ്യാസമയത്ത് ഭയങ്കര രസമാണ് കണ്ടിരിക്കാൻ. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈവനിങ് ഇങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക. ബൈ, ടാറ്റ, ബൈ ബൈ, സീ യു.